അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ സാന്നിധ്യത്തിൽ ഒരാള് മരണപ്പെടുന്ന സമയത്ത് ആദ്യമായി നാം ചെയ്യേണ്ടത് രണ്ട് കണ്ണുകൾ തിരുമ്മി അടച്ചു കൊടുക്കുക എന്നുള്ളതാണ് എന്ന് നാം പറഞ്ഞു. രണ്ടാമതായി ചെയ്യേണ്ടത് മയ്യത്തിന്റെ താടിയെല്ലുകൾ ഒരു തുണിശീല ഉപയോഗിച്ച് തലയുടെ മുകളിലേക്ക് കെട്ടുകയാണ് വേണ്ടത്. വായ തുറന്നിരുന്ന് പ്രാണികളും മറ്റും കയറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇത് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം മയ്യത്തിന്റെ വിരലുകളും കെണിപ്പുകളും മയപ്പെടുത്തി കൊടുക്കണം. ആ പ്രകൃതിപരമായ ചൂട് നിലനിൽക്കുന്നത് കൊണ്ട് ആ സമയത്ത് മയപ്പെടുത്തിയാൽ ഒരുപക്ഷെ കുറച്ച് നാളുകളായി രോഗിയായി കിടന്നപ്പോഴൊക്കെ നിവരാതെയും വളയാതെയും ഒക്കെ ഉള്ള ശരീരമാണെങ്കിലും ആ സമയത്ത് ഒന്ന് നിവർത്തി കൊടുത്താൽ അത് റെഡിയായി കിട്ടാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി എണ്ണ പോലത്തെ എന്തെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ അതും ഉപയോഗിക്കാമെന്ന് ഫുഖഹാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വിരലുകൾ അതുപോലെ മുഴങ്കൈയിനെ തോളം കൈയിലേക്ക്, തണ്ടൻ കാലിനെ മുട്ടുകാലിലേക്ക്, മുട്ടുകാലിനെ വയറിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കി നിവർത്തി ശരീരമാസകലം മയപ്പെടുത്തി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഉടൻ തന്നെ നീക്കം ചെയ്യണം. അതിനുശേഷം അധികം കട്ടിയില്ലാത്ത എന്നാൽ നിഴലടിക്കാത്തതുമായ വെള്ള വസ്ത്രം കൊണ്ട് മയ്യത്തിനെ പൂർണ്ണമായി മൂടിയിടുകയാണ് വേണ്ടത്. ഒരു ഭാഗം കാലിന്റെ അടിഭാഗത്തേക്കും മറ്റു ഭാഗം തലയുടെ അടിഭാഗത്തേക്കും കയറ്റി വെക്കുന്ന രൂപത്തിലാണ് മൂടിയിടേണ്ടത്. എന്നാൽ ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം കെട്ടിയാണ് മരണപ്പെട്ടത് എങ്കിൽ അവരുടെ പുരുഷനാണെങ്കിൽ അവരുടെ തലയോ സ്ത്രീയാണെങ്കിൽ മുഖമോ മറയ്ക്കാൻ പാടുള്ളതല്ല എന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ മയ്യത്തിന്റെ വയറിന്റെ ഭാഗത്ത് അല്പം ഭാരം വയ്ക്കല് സുന്നത്താണ്. ഇരുമ്പിന്റെ എന്തെങ്കിലുമാണ് ഏറ്റവും ഉത്തമം. അതില്ലാത്ത സമയത്ത് കളിമണ്ണോ മറ്റതുപോലെയുള്ള അല്പം ഭാരമുള്ള എന്തെങ്കിലും 100-200 ഗ്രാം ഉള്ള എന്തെങ്കിലും വക്കൽ കൊണ്ട് ആ സുന്നത്ത് ലഭിക്കുന്നതാണ്. വയറ് വീർത്ത് പ്രയാസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഇരുമ്പിന് പ്രത്യേകമാകുന്ന ഒരു കഴിവ് ആ വിഷയത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇരുമ്പാണ് അതിന് ഏറ്റവും നല്ലത്. വസ്ത്രത്തിന്റെ അടിയിൽ വക്കാം, അതിനേക്കാൾ നല്ലത് വസ്ത്രത്തിന്റെ മുകളിൽ വക്കലാണെന്ന് ഫുഖഹാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മയ്യത്തിനെ കട്ടിൽ പോലത്തെ പലക കട്ടിൽ പോലത്തെ ഉയർന്ന സ്ഥലത്താണ് കിടത്തേണ്ടത്. കിടത്തുന്ന സമയത്തും ഇതുപോലെ പരിപൂർണമായി ഔറത്ത് മറച്ച് തുണി കൊണ്ട് മൂടിയിടുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഖിബത്ത് നന്നാക്കി തരട്ടെ, ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.